ഏവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഉണ്ടാകുന്ന കരാറിനെ പറ്റിയാണ്. ഈ കരാറിനെ ഈ മദർ ഓഫ് ഓൾ ഡീൽ എന്ന് അറിയപ്പെടുന്നു. ഈ കരാർ ഒരാഴ്ച മുമ്പേ നടന്നിരുന്നാലും ഈ കരാറിനെ പറ്റി ഇപ്പോഴും വേൾഡ് വൈഡ് ന്യൂസ് ആയിട്ട് കാണപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ് ഈ ഡീലിനെ മദർ ഓഫ് ഓൾ ഡീൽ എന്ന് അറിയപ്പെടുന്നത്? ഇത് എന്തുകൊണ്ടാണ് വേൾഡിൽ തന്നെ ഇത്രയും സെൻസേഷൻ ന്യൂസ് ആയിട്ട് കാണുന്നത്? എന്തുകൊണ്ടാണ് ഈ ഈ ഡീല് നമ്മുടെ യൂറോപ്യനും നമ്മുടെ ഇന്ത്യയും ബെനിഫിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ സാധാരണ ആൾക്കാരെ നമ്മളെ ഈ ഡീല് ബാധിക്കുന്നത്? ഇത് എങ്ങനെയാണ് നമ്മുടെ വേൾഡ് വൈഡ് തന്നെ ബാധിക്കാൻ പോകുന്നത്? ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇത് വേൾഡിൽ തന്നെ ഇത്ര സെൻസേഷൻ ന്യൂസ് ആയിട്ട് കാണുന്നതെന്ന് നോക്കാം. ഈ ഇന്ത്യ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ലാർജസ്റ്റിലെ 4ാമത്തെ എക്കോണമി ആയിട്ടാണ് ഇന്ത്യയെ കാണുന്നത്. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളെ കമ്പൈൻ ചെയ്ത് അവരുടെ പോപ്പുലേഷൻ പറയുന്നത് നമ്മുടെ വേൾഡിൽ തന്നെ 1/4 പോപ്പുലേഷനാണ് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വലിയ കരാറും ഇത്രയും വലിയ ഒരു ഡീൽ ആയതുകൊണ്ടും അത് മാത്രമല്ലാണ്ട് ഈ ഡീൽ എന്ന് പറയുന്നത് 2007 മുതൽ തന്നെ ഈ ഡീലിനെ ഇനിഷ്യേറ്റ് ആയിട്ടും കോൺവെർസേഷൻ നടക്കുകയാണ്. ബട്ട് ഇത്രയും 20 വർഷമായിട്ട് ഈ ഡീല് ഈ കരാറിലോട്ട് പോവാണ്ട് അവര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള സെൻസേഷൻസ് ഏരിയാസ് ഉണ്ട്. ആ സെൻസേഷണൽ ഏരിയാസിൽ കൈവയ്ക്കാണ്ട് നോക്കാനായിരുന്നു അവർ ഈ ഡീലിനോട്ട് ഫ്രണ്ടിലോട്ട് പോകത്ത്. അതായത് നമ്മുടെ ഇപ്പൊ ഇന്ത്യക്കാണെങ്കിൽ അഗ്രികൾച്ചർ, നമ്മുടെ ഇന്ത്യയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. അതിലോട്ട് ഇപ്പം ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ടാരിഫ് കുറച്ചുകൊണ്ടുള്ള ഡീൽ നമുക്ക് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും അവർക്കതായിട്ടുള്ള എന്തോന്നുണ്ട് സെൻസേഷൻ ഏരിയാസ് ഉണ്ട്. ലൈക്ക് അവരുടെ പോൾട്രി ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഡയറി പ്രോഡക്ട്സ് ആവട്ടെ, അതിലോട്ടൊന്നും കൈവയ്ക്കാൻ പറ്റത്തില്ല. കാരണം അത് അങ്ങനെ വെച്ചെങ്കിൽ അവരുടെ ലോക്കൽ മാർക്കറ്റിൽ നന്നായിട്ട് തന്നെ എന്തോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം തന്നെ നമ്മുടെ 20 വർഷമായിട്ട് ഈ ഡീൽ നടക്കാത്തത് പെട്ടെന്ന് നടക്കുന്നത് കൊണ്ടും അത് ഇത്രയും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രണ്ട് നേഷൻസ് കമ്പൈൻ ആവുന്നത് കൊണ്ടുമാണ് ഈ ഡീൽ ഇത്രയും സംസാരമാകുന്നത്. ഇത് എന്തുകൊണ്ടാണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ, ഇത് വെറും ഒരു കരാർ അല്ലെങ്കിൽ മറ്റേ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്ന് മാത്രം അല്ലാണ്ട് തന്നെ ഇത് ഇൻവെസ്റ്റ്മെന്റ്, സർവീസ്, മാനുഫാക്ചറിങ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലോട്ടും ഇത് ഈ ട്രേഡ് കാരണം അല്ലെങ്കിൽ ഈ അഗ്രിമെന്റ് കാരണം അഫക്റ്റ് ആവുന്നുണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഇതല്ലാണ്ട് തന്നെ നമ്മൾ എന്തോന്നാണ് 0% ടാരിഫ് ആണ് നമ്മുടെ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും മെജോറിറ്റി ഓഫ് ദ പ്രോഡക്റ്റിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അത് മാത്രമല്ലാണ്ട് തന്നെ ഈ ട്രേഡിനോടൊപ്പം ഈ ട്രേഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് നമ്മുടെ ഈ വേൾഡിലോട് നമ്മൾ കൺവേ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു റിലയബിൾ പാർട്ണറാണ്. ഇയുടെ ഒരു റിലയബിൾ പാർട്ണറായിട്ട് നമ്മുടെ ഇന്ത്യയെ കാണുന്നു എന്ന് യൂറോപ്യൻ യൂണിയൻ വേൾഡ് വൈഡ് ഇത് റിലയബിൾ പാർട്ണറായിട്ട് ഇന്ത്യയെ കാണുന്നു എന്ന് പറഞ്ഞ് ഒരു അഡ്വർടൈസിംഗ് ആണ്. സോ ദാറ്റ് നമ്മുടെ വേറെ രാജ്യങ്ങളും കൂടുതൽ ഇന്ത്യയെ ബിലീവ് ചെയ്യാൻ തുടങ്ങും. ഇപ്പം തന്നെ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലും ബ്രിക്സും അതേപോലെ തന്നെ വേറെ ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിലും ഈ ട്രേഡ് കാരണം ഇനിയും പാർട്ട്ണറും ഇതേപോലെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ലോങ് ടേമിൽ ജോബിന്റെ ലൈക്ക് നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്ത് പോകാൻ അല്ലെങ്കിൽ യൂറോപ്പിൽ പോകാനുള്ള ജോലി സാധ്യത ഇത് കാരണം കൂടാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ലാണ്ട് പെട്ടെന്ന് ഇത്രയും കാലം നടക്കാത്തത് എന്തുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പൊ US എന്ന് പറയുന്നത് അവിടെ ട്രംപാണ് അവിടെ പ്രസിഡന്റ്. ആ ട്രംപ് എന്ന് പറയുന്നത് വളരെ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു പ്രസിഡന്റ് ആയിട്ടാണ് മാറുന്നത്. സോ ദാറ്റ് ഇന്ത്യ ആയിരുന്നാലും ശരി യൂറോപ്യൻ ആയിരുന്നാലും ശരി നമുക്ക് അവരെ റിലയബിൾ ചെയ്യാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഇന്ന് ടാരിഫ് ഇടുന്നില്ലെന്ന് പറയാം, നാളെ ടാരിഫ് ഇട്ടെന്നും പറയാം. അത് മാത്രമല്ലാണ്ട് തന്നെ നമ്മുടെ ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗമാണ്. അതായത് ഡെൻമാർക്കിന്റെ ഭാഗമായിട്ടാണ് ഗ്രീൻലാൻഡിനെ കാണുന്നത്. ആ ഗ്രീൻലാൻഡിനെ അമേരിക്ക വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ യുദ്ധം ചെയ്യാൻ തന്നെ തയ്യാറാണെന്ന രീതിയിലാണ് ട്രംപിന്റെ ഓരോ വാക്കുകളും. അപ്പൊ നമ്മുടെ ഈ യൂറോപ്യൻ യൂണിയൻസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ എതിർക്കുന്ന യൂറോപ്യൻ കൺട്രീസിനോട് പോലും ട്രേഡ് വെച്ച് പണിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇത്രയും ബുള്ളിയായിട്ട് മാറിയിരിക്കുന്ന അമേരിക്കയോട് കൂടുതൽ പാർട്ട്ണർ ചെയ്യാൻ പറ്റത്തില്ല, കൂടുതൽ ട്രേഡിന് വെക്കാൻ പറ്റത്തില്ല, പ്രശ്നമാണെന്ന് അറിഞ്ഞ ഉടനെ അവർക്ക് വേറെ ഒരു രാജ്യത്തോട് ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പം അത് ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും ബെസ്റ്റ് അടുത്ത മാർക്കറ്റായിട്ട് കാണാൻ പറ്റുന്നത്. പക്ഷെ ചൈന ഇവിടെ ചൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ, ചൈനയ്ക്ക് ബെസ്റ്റ് സപ്ലൈ ചെയിൻ ഉണ്ടെങ്കിൽ പോലും അവര് വിശ്വസിക്കാനായിട്ട് നമ്മുടെ യൂറോപ്യൻ യൂണിയനിൽ കുറെ കൺട്രീസ് തയ്യാറല്ല. കാരണം അവരുടെ ഐഡിയോളജി ഡെമോക്രസിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യൂറോപ്യൻ യൂണിയൻ കൺട്രീസ് വിശ്വസിക്കുന്ന ഡെമോക്രസിയിലാണ്,
പക്ഷെ ചൈന ഓടുന്നത് കമ്മ്യൂണിസം കൺട്രിയിലാണ്. സോ ദാറ്റ് ഇവരുടെ ഐഡിയോളജി തന്നെ ഡിഫർ ആവുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സംഭവങ്ങൾ കൊടുക്കാൻ പറ്റത്തില്ല. അവർ വിശ്വസിച്ച് ട്രെയിനോട് കൂടുതൽ അടുക്കുകയാണെങ്കിൽ പണി കിട്ടുമെന്ന് അവർക്കൊരു തോന്നലുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോലും ലൈക്ക് പാസ്റ്റ് യൂറോപ്യൻ യൂണിയൻസ് കുറച്ച് കൺട്രീസ് അല്ലെങ്കിൽ കുറച്ച് കമ്പനീസ് അവിടെ പോകുമ്പം കുഴപ്പമില്ലാണ്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റെന്തുവാ പിന്നെ ലോയൊക്കെ മാറ്റും. അപ്പൊ അത് അവർക്കും ബുദ്ധിമുട്ടാവും. അങ്ങനെ കുറെ ഇതിന് മുമ്പേയും ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ യൂറോപ്യൻ യൂണിയൻസ് വീണ്ടും ഒരു ഇതേ കണക്ക് റിസ്കിലോട്ട് പോകാൻ തയ്യാറല്ല. അങ്ങനെ നോക്കുമ്പോൾ ഐഡിയോളജി പ്രകാരം സെയിം ആയിട്ടുള്ള ഇത്രയും വലിയ മാർക്കറ്റുള്ള നമ്മുടെ ഇന്ത്യയാണ്. അതേപോലെ സസ്റ്റൈനബിൾ റിലയബിൾ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ട്രേഡ് ഇപ്പം തന്നെ നടക്കാൻ കാരണം. അത് മാത്രമല്ലാണ്ട് ഇത് എങ്ങനെ നമ്മുടെ ഇന്ത്യൻസിനെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എങ്ങനെയാണ് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ അയച്ചുകൊണ്ടിരുന്ന 90-95% പ്രോഡക്ട്സിനും ടാരിഫ് 0 ആക്കാൻ പോകുന്നതാണ്. അപ്പൊ അത് കാരണം അതായത് നമ്മളിപ്പം മോസ്റ്റ്ലി അയച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ലെതർ, ഫുഡ്വെയർ, ടീ, സ്പൈസസ്, ടോയ്സ്, ജ്വല്ലറി, സ്പോർട്സ് തിങ്സ് ഇങ്ങനെയൊക്കെയാണ് അയച്ചു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ എന്ത് നടക്കുമെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളാണെങ്കിൽ ഇന്ത്യ ഒരു പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നു, അതേപോലെ തന്നെ ബംഗ്ലാദേശ് വേറെ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നു, പാകിസ്ഥാൻ വേറെ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നു, ശ്രീലങ്ക അല്ലെങ്കിൽ വേറെ കുറെ കൺട്രീസ് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കുന്നു. അപ്പൊ അവർക്കൊക്കെ ടാരിഫ് ഉള്ള സ്ഥിതിക്ക് ഇപ്പൊ നമുക്ക് മാത്രം ടാരിഫ് ഇല്ലെങ്കിൽ ഫോർ കൺസിഡർ ലൈക്ക് അവരിപ്പം ഒരു പ്രോഡക്റ്റ് അയക്കുന്നു, അവർക്ക് എന്തോ പറയട്ടെ ആ പ്രോഡക്റ്റ് 100 രൂപ, നമ്മൾ 100 രൂപയ്ക്കാണ് ചെയ്ത് അയക്കുന്നതെന്ന് ഇരിക്കട്ടെ, അവർക്ക് ടാരിഫ് 28% അവർക്ക് 128 രൂപയ്ക്കാണെങ്കിൽ ആ സാധനം മേടിക്കേണ്ടി വരുന്ന. അതേ സമയത്ത് നമുക്ക് ടാരിഫ് 0 ആണ്. അപ്പം നമുക്ക് 100 രൂപയ്ക്ക് തന്നെ അവർക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പം ഈ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമുക്ക് വില കുറവായിട്ട് അവർക്ക് സാധനങ്ങൾ മേടിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ അവിടുത്തെ ജനങ്ങൾ മേടിക്കുന്നത്. അപ്പൊ അത് കാരണം എന്തുണ്ടാവും ചോദിച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷന്റെ റേറ്റ് കൂടും. പ്രൊഡക്ഷൻ റേറ്റ് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള ഇവിടെ വർക്ക് ഫോഴ്സ് കൂടും. അപ്പൊ ആൾക്കാർക്ക് ജോലി കിട്ടും. അതുപോലെ തന്നെ വർക്ക് ഫോഴ്സ് കൂടുമ്പോൾ നമുക്ക് ജോലി കൂടുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മുടെ എക്കോണമിയും ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. ഇനിയും നമ്മളിപ്പോ ഫോർത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഇനി നമ്മൾ തേർഡ് ആവാൻ സാധ്യത വീണ്ടും കൂടും. അത് മാത്രമല്ലാണ്ട് രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ബൂസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ നമ്മള് അവിടത്തെ 0 ടാരിഫ് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ട് പ്രോഡക്ട്സ് അയച്ചിരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മിഷനറീസ്, അതേപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് കാരണം അവരുടെ കുറെ ഹൈടെക് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അത് കാരണം തന്നെ ഇപ്പൊ നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് ലോക്കലി ചെയ്ത മെഷീൻ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് 1 മണിക്കൂറിൽ 100 പ്രോഡക്റ്റ് ആ ലോക്കൽ മെഷീൻ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് 1 മണിക്കൂർ 100 പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു. അതേ സമയത്ത് ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ കൊണ്ടുവരുന്ന ആ ഒരു മെഷീൻ കൊണ്ട് ചെയ്യാന്നെന്ന് വെച്ചാൽ ആ 1 മണിക്കൂർ കൊണ്ട് തന്നെ 200 പ്രോഡക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മാനുഫാക്ചറിംഗ് ബൂസ്റ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹയർ ക്വാളിറ്റിയും ഹയർ എഫിഷ്യൻസിയുള്ള ഒരു മെഷീനറി, ഒരു സിസ്റ്റമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സപ്ലൈ ചെയിനും ഇതേ കണക്ക് ബൂസ്റ്റ് ഉണ്ടാവും. അടുത്ത ഒന്നാന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു ബെനിഫിറ്റ് ആണ് സർവീസ് ആൻഡ് IT. ഈ സർവീസ് ആൻഡ് IT എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ നമ്മൾ ഇപ്പം കൂടുതൽ ട്രാൻസ്പാരന്റ് ആവാൻ പോകുന്നു. അതേപോലെ തന്നെ ഈ മറ്റേ കമ്പനി ഇവിടെ നിന്ന് അവിടെ യൂറോപ്യൻ യൂണിയനിൽ തുടങ്ങാനും യൂറോപ്യൻ കമ്പനീസ് ഇവിടെ ഇന്ത്യയിൽ തുടങ്ങാനും അവർക്കൊരു പ്രോസസ്സിനെ കോംപ്ലിക്കേഷൻ നമ്മൾ ഇനി കുറയ്ക്കാൻ പോവുകയാണ്. അത് കാരണം തന്നെ കൂടുതൽ R&Dയും അതേപോലെ കൂടുതൽ സർവീസ് കമ്പനീസും ഇങ്ങോട്ടും അങ്ങോട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം തന്നെ ഇപ്പം അവിടെ ഇപ്പൊ കമ്പനി ഉണ്ടെങ്കിൽ ഇപ്പം ഇന്ത്യയിലെ കുറെ ആൾക്കാർ അവിടെ ഓൺ സൈറ്റിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെ ഉള്ള റിസർച്ച് ആൻഡ് ടെക്നോളജീസും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ഇൻഡയറക്ട്ലി നമ്മുടെ എക്കോണമിയിലും ടെക്നോളജിയിലും ബൂസ്റ്റ് കൂട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അടുത്തതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ മൂവ്മെന്റ് സ്റ്റുഡന്റ് വിസയും അതേപോലെ തന്നെ പ്രൊഫഷണൽ വിസയും ഇത് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാനും അതേപോലെ ഇതിന്റെ അളവ് നമുക്ക് ഇന്ത്യൻസിന് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ബാധിക്കുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സിനാണ്. കൺസ്യൂമേഴ്സിനെ എങ്ങനെ ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീൻസ് വെച്ചാണ് നമ്മൾ സാധനം ചെയ്യുമ്പോൾ നമ്മൾ ഒരു യൂണിറ്റ് ഒരു 1000 രൂപ ചെലവാക്കിയാണ് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നതെങ്കിൽ അതേ സമയത്ത് എഫിഷ്യൻസി കൂടുന്നത് കൊണ്ട് തന്നെ 500 രൂപ ചെലവാക്കിയായിരിക്കും ആ പ്രോഡക്റ്റിനെ ഇറക്കാൻ പോകുന്നത്. അത് കാരണം നമ്മൾ പ്രൈസ് കുറയും, കോസ്റ്റ് കുറവാകുന്നല്ലോ. അപ്പൊ കോസ്റ്റ് കുറയുമ്പോൾ പ്രൈസ് കുറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ത്യയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് അടുത്ത് കാണുന്നത് ക്ക് എങ്ങനെയാണ് ഇത് കാരണം ബെനിഫിറ്റ് ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇപ്പം വൺ ഓഫ് തിങ് ആണ് കാർ ഇമ്പോർട്ട്. ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ വേൾഡിൽ തന്നെ 3rd ലാർജസ്റ്റ്
ഗ്ലോബലിൽ കാർ ഡിമാൻഡുള്ള കൺട്രിയാണ്. പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കുമ്പോൾ 5th ലാർജസ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ഇങ്ങനത്തുള്ള സ്ഥിതിക്ക് നമുക്ക് പുറത്തുള്ള വരുന്ന കമ്പനിക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലോക്കൽ മാർക്കറ്റ് നല്ല വൃത്തിക്ക് ബാധിക്കും. നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ലോക്കൽ മാർക്കറ്റ് ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയെ തന്നെ ഡയറക്റ്റായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 25 ലക്ഷം രൂപ വരുന്ന കാറിനേക്കാൾ മുകളിൽ പ്രൈസ് വരുന്ന കാറുകൾക്ക് മാത്രമാണ് ഈ എന്തോ പറയണ്ട 0 ടാരിഫ്. ആദ്യം നമ്മൾ ഇതുവരെയും കൊടുത്തോണ്ടിരുന്ന വെച്ചാൽ 110 ടാരിഫാണ്, 110% ടാരിഫാണ്. നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ 10% ടാരിഫാക്കി മാറ്റുന്നുണ്ട്. അത് ഈ പറയുന്ന 25 ലക്ഷം രൂപയേക്കാൾ വില കൂടിയ കാറുകൾക്ക് മാത്രമാണ്. പക്ഷെ ഇതെങ്ങനെ നമ്മുടെ ലോക്കൽ പ്രൊഡക്ഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മോസ്റ്റ്ലി നമ്മുടെ കാറുകൾ ചെലവായി പോകുന്ന അല്ലെങ്കിൽ ആൾക്കാർ മേടിക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷറി കാറല്ല, അഫോർഡബിൾ കാർ ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിനെ നമ്മൾ രക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയന് നമ്മുടെ ആയിട്ട് ടാരിഫ് ഡീൽ വയ്ക്കാനും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് ഇതിനൊരു കോട്ടയുണ്ട്. 2.5 lakhs ഓഫ് കാറിന് മാത്രമേ ഈ ഒരു ഇളവ് കൊടുക്കുന്നുള്ളൂ. ഇതാണ് ഫസ്റ്റത്തെ യൂറോപ്യൻ യൂണിയന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് ചോദിക്കുന്നത് ആൽക്കഹോളും ആൽക്കഹോള്, സ്പിരിറ്റ്, ബിയർ ഇതിനൊക്കെ നേരത്തെ 100-150% വരെയൊക്കെയാണ് ടാരിഫ് ഉള്ളത്. ഇത് കാരണം ഈ ഒരു ട്രേഡ് കാരണം അത് പയ്യെ 20-40% അങ്ങനെയായിട്ട് കുറയും. അതായത് അപ്രോക്സിമേറ്റ്ലി 50% നമ്മളിവിടെ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഈ ട്രേഡ് ഡീലിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഡ്രോബാക്ക് എന്ന് ചോദിച്ചാൽ ഇതിന് ഡ്രോബാക്ക് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം വരുന്ന പ്രശ്നം തന്നെ ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ ഈ സ്മോൾ ബിസിനസ് യൂണിറ്റിനെ ബാധിക്കുന്നത് വരാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പുറത്തു നിന്ന് ഒരു ഹയർ എഫിഷ്യൻസി മെഷീൻ വരികയാണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റിൽ ലോവർ എഫിഷ്യൻസി ആയിട്ടുള്ള മെഷീൻ വരികയാണെങ്കിൽ ആൾക്കാരും ഹയർ എൻഡ് മെഷീൻസേ മേടിക്കും. അപ്പൊ ലോവർ എൻഡ് ആയിട്ടുള്ള മെഷീൻസിനുള്ള മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്ക് ലാഭം കിട്ടത്തില്ല, ആൾക്കാർ മേടിക്കത്തില്ല. അപ്പൊ ഈ ഒരു പ്രശ്നമുണ്ട്. ബട്ട് ഇത് നമുക്ക് കമ്പീറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഇതിനേക്കാൾ നമ്മൾ അവിടെ കിട്ടുന്ന അതേ ക്വാളിറ്റിയിലും അതേ എഫിഷ്യൻസിയിലും മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആൾക്കാർ ഇതിനെ പ്രിഫർ ചെയ്യും. സോ നമുക്ക് കൂടുതൽ കോമ്പറ്റീഷൻ നമ്മൾ കൂടുതൽ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പം ഇതുവരെയ്ക്കും മറ്റേ അഗ്രികൾച്ചറിലോട്ട് നമ്മുടെ ട്രേഡ് പറഞ്ഞിട്ടില്ല യൂറോപ്യൻ യൂണിയനായിട്ട്. പക്ഷേ പോകും തോറും ഈ യൂറോപ്യൻ യൂണിയൻ അഗ്രികൾച്ചറിലോട്ടും കാല് വെക്കാൻ സാധ്യതയുണ്ടെന്നൊരു ഇതുണ്ട്. ലൈക്ക് ഇപ്പൊ ഇനി ഞാൻ ട്രേഡ് മുന്നോട്ട് പോകണമെങ്കിൽ അഗ്രികൾച്ചറിലും കൂടെ നോക്കണം എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമ്മുടെ ഗവൺമെന്റ് ഇത് കണക്ക് ഇരിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ബെനിഫിറ്റ് ആവും. പിന്നെന്ന് വെച്ചാൽ ഇത്രയൊക്കെ കാണുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഒരു ഇപ്പം സൈൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇത് നടപ്പിലാകാൻ ഒരു 7-8 മാസമാകും. ഡോക്യുമെന്റേഷനും അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട്. അപ്പൊ നടക്കാൻ ഒരു 7-8 മാസമാകും. ഇപ്പം ഇതില് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതിൽ എന്റെ ഒപ്പീനിയൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് ലോട്ടറി ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഇത് ഇന്ത്യക്ക് എന്തോ വലിയ ലോട്ടറി അടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു ജിം മെമ്പർഷിപ്പ് എന്ന രീതി വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം ഈ ഒരു ഡീലിനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പൊ ജിമ്മൊക്കെ നമ്മൾ കൺസിസ്റ്റന്റ് പോയിട്ടല്ലേ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ബോഡിക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നു. നമ്മൾ കൺസിസ്റ്റന്റ് അവരുടെ ഇപ്പൊ ഈ നമ്മളാണെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രോഡക്ട്സ് അയച്ചു കൊടുക്കില്ലേ, അവിടെ പ്രോഡക്റ്റിനൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ഹൈ സാധനങ്ങളാണ്. അപ്പം ആ ഒരു ഫ്രെയിം വർക്ക് ഇല്ലെങ്കിൽ അവരുടെ ഒരു ലോസ് ആൻഡ് ഓർഡേഴ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ പ്രോഡക്ട്സ് അത്രയും ഹയർ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നു എന്നൊക്കെയാണെങ്കിൽ ഇത് വളരെ നല്ല ഡീലായിട്ടും ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി ഡെവലപ്ഡ് കൺട്രി ആവാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഈയിടെ ലോ ആൻഡ് ഓർഡർ പാലിച്ച് നമുക്കൊരു പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റിയെങ്കിൽ അത് വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇതാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.